എനിക്കിതിനെക്കുറിച്ച് എലാബറേറ്റ് ആയിട്ട് ഒന്നും പറയേണ്ട കാര്യമില്ല. എൻ്റെ ലൈഫിൽ ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ നേരിടുന്നത് വെച്ചാൽ ഞാൻ പോകുന്ന ഈ വഴി അല്ലെങ്കിൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം അത് എൻ്റെ പൊട്ടൻഷ്യൽ അനുസരിച്ച് എനിക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് തരുന്നില്ല. അപ്പം ഞാൻ പിന്നെ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് വലിയ ഒരു ഇമ്പാക്റ്റോ അല്ല ഒരു ചേഞ്ചോ എൻ്റെ ലൈഫിൽ ഉണ്ടാകാനുള്ള ചാൻസസും ഇല്ല. പിന്നെ ഇവിടെ ഇരിക്കുന്ന ഏറ്റവും വലിയൊരു മണ്ടത്തരമല്ലേ, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ഫീലിംഗ് ഉണ്ട്, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ഫീലിംഗ് ഉണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ, ഇവിടെ ഒരു 2 കൊല്ലം നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഭ്രാന്താവും. എനിക്കൊരു ഡൗട്ടും ഇല്ല കാര്യത്തിൽ. നിലവിൽ എനിക്ക് 25 വയസ്സാണ്. പക്ഷേ ഇനി ഞാൻ ഇവിടെ നിൽക്കുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് പോകും. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഞാൻ സർക്കംസ്റ്റൻസിനെ ഇത് ഒരു എക്സ്ക്യൂസ് ആയിട്ട് പറയുമല്ലോ, പക്ഷെ ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. മലയാളം സംസാരിക്കാൻ ഒരാളില്ല ഇവിടെ. 1.5 കൊല്ലമായിട്ട് ഇപ്പോൾ ഒറ്റയ്ക്ക്. അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനുണ്ട്. അത് മാത്രമല്ല, നമുക്ക് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരിക്കലും ടൈം വേസ്റ്റ് ചെയ്യില്ല. പക്ഷെ ഞാൻ എക്സാക്റ്റായിട്ട് അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ 2 കൊല്ലമായിട്ട് SBIയിൽ വർക്കിംഗ് ആണ്. ആൻഡ് ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഗിവിങ് അനദർ 1 more year of my valuable youth for SBI. I don't feel like doing that. സോ എനിക്ക് ഇറങ്ങിയേ പറ്റത്തുള്ളൂ എന്തായാലും. പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെന്താന്ന്, എന്തെങ്കിലും ഒരു ഐഡിയ വേണം. ഇല്ലെങ്കിൽ ചുമ്മാ ഇറങ്ങിയിട്ട് ഏറ്റവും വലിയൊരു മണ്ടത്തരമായി പോകും. ജോലി ഇല്ലാതെ എത്ര പേര് ഇവിടെ തെണ്ടി തിരിച്ച് നടക്കുന്നത്. ഉള്ളായിരുന്ന ഒരു ജോലി കളഞ്ഞിട്ട് പിന്നെ. പക്ഷെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ഫീലുണ്ട്, ഒരു വിശ്വാസമുണ്ട്, ഇത് പോയാൽ എനിക്ക് എന്തോ ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ കോളേജിൽ വെച്ചൊരു പ്രൊജക്റ്റ് ചെയ്തായിരുന്നു, ഗ്രാഫീൻ സിന്തസിസ്. നാനോ പാർട്ടിക്കിളാണ്. അതിന് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഹൈ കണ്ടക്ടിവിറ്റി, ഹൈ ഇലാസ്റ്റിസിറ്റി, അങ്ങനെ പറഞ്ഞ് ബുള്ളറ്റ് പ്രൂഫ് വരെ ആക്കാൻ പറ്റും ഓരോ മെറ്റീരിയലിന്. ആ ഒരു സാധനം ഒരു റെവല്യൂഷണറി മെറ്റീരിയലായിട്ടാണ് അന്നത്തെ സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ചത്. പക്ഷേ അതിനുശേഷം അതിനെക്കുറിച്ചൊരു അതിന് അത്ര വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുത്ത് ആരും ഒരു ബ്രേക്ക് ത്രൂ ആയിട്ട് പിന്നെ ഒരു സാധനം കൊണ്ടുവന്നിട്ടില്ല. അതിനെക്കുറിച്ച് ഞാൻ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അത്യാവശ്യം എനിക്ക് അറിയണം എന്താണ് അതെന്ന്. ഇതിൽ നിന്ന് ചാടാനുള്ളൊരു എക്സ്ക്യൂസ് ആയിട്ടാണ് നീ അത് ചെയ്യുന്നതെങ്കിൽ അത് ചെയ്യില്ല എന്ന് മാത്രമേ പറയത്തുള്ളൂ. പക്ഷേ ഇവിടെ നിന്ന് എനിക്ക് ഭ്രാന്താവും, അതെനിക്ക് ഉറപ്പാണ്. ഈ കൊല്ലം ഞാൻ ഇറങ്ങണം. ഈ കൊല്ലം നവംബർ 28-ന് എനിക്ക് 26 ആവും. അതിനു മുമ്പ് എനിക്ക് ഇറങ്ങണം. സോ അതിനു വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ആദ്യം കുറച്ചൊരു എമർജൻസി ഫണ്ട് സെറ്റാക്കണം. അറ്റ്ലീസ്റ്റ് ഒരു 1.5 ലക്ഷം രൂപയെങ്കിലും പിടിച്ച് നിൽക്കണമെങ്കിൽ. ആ 1.5 ലക്ഷം ഉണ്ടാക്കാൻ എനിക്കിനി ആകെ ഉള്ളതെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ 5 മാസമുള്ള 5 മാസത്തെ 1.5 ലക്ഷം രൂപ ഉണ്ടാക്കണം. അഞ്ച് മാസത്തെ 1.5 ലക്ഷം രൂപ എങ്ങനെ ഉണ്ടാക്കൂടാ? നോക്കാം. ആ നവംബറിൽ റിസൈൻ ചെയ്യാമെന്നാണ് എൻ്റെ പ്ലാൻ. ഇതൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നീ അറിയണം, ഇനി നമുക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല. നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ. നമുക്ക് നമ്മുടെ ഒരു ഓപ്പർച്യൂണിറ്റി, ഈ ഒരു ഏജ് കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു തോന്നലോ ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റോ ഒരിക്കലും പിന്നെ ഉണ്ടാകത്തില്ല. എല്ലാവരും പറയും ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. ഏജ് ഇസ് ജസ്റ്റ് നോട്ട് എ നമ്പർ, ഇറ്റ്സ് സംതിങ് മോർ ദാൻ ദാറ്റ്. ഓരോ സിറ്റുവേഷനിലും ഓരോ ഏജിലും നമ്മളെടുക്കേണ്ട ഓരോ തീരുമാനങ്ങളുണ്ട്. നമ്മുടെ ജീവിതം എങ്ങോട്ടാണ് പോകേണ്ടത്. നീ ചെയ്യുന്ന കാര്യത്തിൽ നിനക്ക് സന്തോഷം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നീ ആ കാര്യം ചെയ്യരുത്. പക്ഷെ 2 വർഷമായിട്ട് നീ അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിനക്ക് ഇതുകൊണ്ട് സന്തോഷം കിട്ടുന്നുണ്ടോ? നിനക്കിത് ചെയ്തു എന്നിട്ട് വീട്ടിൽ എത്തുമ്പോൾ നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തെന്ന്? അങ്ങനെ തോന്നുന്നില്ലെങ്കിൽ നീ ഇത് ചെയ്തിട്ട് എന്താ കാര്യം? നമ്മളോട് ഇപ്പോൾ സംസാരിക്കാൻ ആരുമില്ല. എൻ്റെ തോന്നലെന്ന് വെച്ചാൽ ഞാനും ഉണ്ടെന്നാണ്. അത് സത്യമാണ്. ഇപ്പം ഞാൻ നിന്നോട് തന്നെ പറയുന്നത്, നീ ഇത് മനസ്സിലാക്കണം. ബാക്കിയുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് വിചാരിച്ച് നമ്മൾ നമ്മുടെ ജീവിതം ജീവിച്ചാൽ അത് അവസാനം നമ്മളെ കൊണ്ടെത്തിക്കുന്ന പോലെ സൂയിസൈഡിലായിരിക്കും. അതൊന്നും ചെയ്യാൻ എനിക്ക് വയ്യ അങ്ങനെ മരിക്കാനൊന്നും. എനിക്ക് ജോലി വിട്ട് എൻ്റെ ഇഷ്ടത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തേ മതിയോ. And let's wait and watch what's going to happen in our life. So
ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്.